നമസ്കാരം. ഇന്ത്യൻ വ്യോമയാന ചരിത്രം ഒന്നാകെ തിരുത്തിക്കുറിക്കാൻ പോകുന്ന, കേൾക്കുമ്പോൾ തന്നെ അമ്പരപ്പും ആവേശവും തോന്നുന്ന രണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാരെ ഒരേ സമയം സ്വീകരിക്കാൻ ശേഷിയുള്ള ജോധ്പൂരിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പുത്തൻ എയർപോർട്ട് ടെർമിനലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ മുഴുവൻ ആകാശമാർഗം ബന്ധിപ്പിക്കുന്ന 28,840 കോടി രൂപയുടെ പുത്തൻ ഉഡാൻ പദ്ധതിയും. രാജസ്ഥാന്റെ ടൂറിസം മേഖലയെ പാടെ മാറ്റിമറിക്കുന്ന, സാധാരണക്കാരനെ വിമാനത്തിൽ പറത്തുന്ന ഈ വൻ വ്യോമയാന വിപ്ലവത്തിന്റെ പിന്നിലെ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. രാജസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലേക്ക് ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 480 കോടിയുടെ ജോധ്പൂർ വിമാനത്താവള ടെർമിനലും ഒപ്പം പ്രഖ്യാപിച്ച വലിയ തുകയുടെ പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും കേവലം ചില സാധാരണ വികസന വാർത്തകളല്ല, മറിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാധാരണക്കാരന്റെ സ്വപ്നങ്ങളിലും വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. രാജ്യത്തെ ഓരോ സാധാരണക്കാരന്റെയും യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഈ വൻ പദ്ധതികൾ ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രമേൽ പ്രാധാന്യമർഹിക്കുന്നത്? ഒരു കാലത്ത് വിമാനയാത്ര എന്നത് നമ്മുടെ സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ളവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു വലിയ ആഡംബരമായിരുന്നു. ഒരു സാധാരണക്കാരന് വിമാനത്താവളങ്ങൾ എന്നത് ദൂരെയുള്ള ഒരു കാഴ്ചയോ അല്ലെങ്കിൽ സിനിമകളിൽ മാത്രം കാണുന്ന ഒന്നോ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിന്താഗതിയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മാറുകയാണ്. ഓരോ സാധാരണക്കാരനും വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം ഇവിടെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യം നമുക്ക് ജോധ്പൂർ ടെർമിനലിന്റെ പ്രാധാന്യത്തിലേക്ക് വരാം. 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ 480 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ അത്യാധുനിക മന്ദിരത്തിന് പ്രതിവർഷം വലിയ തോതിൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. രാജസ്ഥാന്റെ സാംസ്കാരിക പൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ലോകത്തിന് മുന്നിൽ കൂടുതൽ തെളിച്ചത്തോടെ അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ഒരേ സമയം ആയിരക്കണക്കിന് യാത്രക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യാത്രാനുഭവം സമ്മാനിക്കാൻ പോകുന്ന അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഈ പുത്തൻ ടെർമിനലിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും ഒഴുകിയെത്തുന്ന ഒരു സംസ്ഥാനത്തിന് ഇത്തരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങൾ അത്യാവശ്യമാണ്. കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടെ ജോധ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെറുകിട കച്ചവടക്കാർ, ഹോട്ടൽ വ്യവസായം, ടാക്സി തൊഴിലാളികൾ എന്നിവർക്കെല്ലാം വലിയ സാമ്പത്തിക പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഒരു വിമാനത്താവളം വികസിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങളെയാണ് നേരിട്ട് ഉത്തേജിപ്പിക്കുന്നത് എന്ന് വ്യക്തം. അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വികസനത്തിന്റെ ഗുണഫലങ്ങൾ നേരിട്ടെത്തിക്കാൻ ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ സാധിക്കും. എന്നാൽ ഈ വാർത്തയിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ അത് ജോധ്പൂർ ടെർമിനലിനൊപ്പം പ്രഖ്യാപിച്ച പുതുക്കിയ ഉഡാൻ പദ്ധതിയാണ്. വരും ദശകത്തിൽ ഇന്ത്യയിലെ ഉൾനാടൻ വിദൂര ഗ്രാമങ്ങളിലേക്ക് വിമാന സർവീസുകൾ എത്തിക്കുന്നതിനായി 28,840 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ തുകയല്ല. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. വിമാന സർവീസുകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം കണക്ടിവിറ്റി ഉള്ളതോ ആയ ചെറുനഗരങ്ങളെയും ഉൾഗ്രാമങ്ങളെയും ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വരും നാളുകളിൽ രാജ്യത്തെ വ്യോമയാന ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മലനിരകളും വനങ്ങളും നിറഞ്ഞ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ദ്വീപുകൾ, അതിർത്തി ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ നഗരങ്ങളിൽ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പുതിയ ഉഡാൻ പദ്ധതി ഒരു രക്ഷകനായി മാറുന്നത്. മെഡിക്കൽ എമർജൻസികൾ ഉണ്ടാകുമ്പോഴോ മികച്ച വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ തേടി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴോ മണിക്കൂറുകളോ ദിവസങ്ങളോ നീളുന്ന റോഡ്, റെയിൽ യാത്രകൾക്ക് പകരമായി മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഈ വിപ്ലവം സാധാരണക്കാരെ സഹായിക്കും. ഈ വൻ പദ്ധതിയിലൂടെ സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. മെച്ചപ്പെട്ട വ്യോമയാന കണക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ വലിയ കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും ഉൾനാടൻ നഗരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ധൈര്യമുണ്ടാകും. ഇത് പ്രാദേശികമായി വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. രാജ്യത്തിന്റെ വികേന്ദ്രീകൃതമായ വ്യവസായ വളർച്ചയ്ക്ക് ഇത് പുതിയ ഊർജം പകരും. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും പ്രാദേശിക സംരംഭകർക്കും തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ഇത് വലിയൊരു അവസരമാണ് ഒരുക്കുന്നത്.
വൻകിട നഗരങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ വികസനം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെടാൻ ഇത് കാരണമാകും. ഇനി ടൂറിസം മേഖലയുടെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ ഇനി ആരും കാണാത്ത പ്രകൃതി ഭംഗിയുള്ള ഒട്ടനവധി ഉൾഗ്രാമങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ അത് ആഗോള ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. പ്രാദേശിക ഹോം സ്റ്റേകൾക്കും ഗ്രാമീണ ടൂറിസം പദ്ധതികൾക്കും ഇത് വലിയൊരു കൈത്താങ്ങായി മാറും. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ഇത് വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണമല്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള കൃത്യമായ ആസൂത്രണമാണ്. രാജ്യത്തെ സാധാരണക്കാരന് വിമാനയാത്ര സാധ്യമാക്കുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസവും സമയവും ലാഭിക്കാൻ സർക്കാരിന് സാധിക്കുന്നു. സാധാരണക്കാരനെ രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന ഒരു പുതിയ സമീപനമാണിത്. സമയം ലാഭിക്കുന്നത് വഴി രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയും ഇതിലൂടെ വർദ്ധിക്കുന്നു. രാജസ്ഥാൻ ഇനി ആകാശത്തോളം ഉയരുമെന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങൾ. സാങ്കേതിക വിദ്യയും അത്യാധുനിക സൗകര്യങ്ങളും സാധാരണക്കാരന്റെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്ന ഇത്തരം പദ്ധതികൾ ഇന്ത്യയെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ പുരോഗതി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയൊരു മാതൃകയായി മാറുകയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ വികസന മാതൃക വലിയൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ഈ വ്യോമയാന വിപ്ലവം വരും തലമുറകളുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ഇൻഫ്രാസ്ട്രക്ചറും എങ്ങനെ സാധാരണ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ഉപയോഗിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പുതിയ എയർപോർട്ട് പദ്ധതികൾ. അതിർത്തി പ്രദേശങ്ങളിൽ വസിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന രൂപകൽപ്പന. യാത്രാ സമയം ഗണ്യമായി കുറയുന്നതോടെ രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ വൻ ചലനമുണ്ടാകും. അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറും ഡിജിറ്റൽ സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ജോധ്പൂർ വിമാനത്താവള വികസനം രാജസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. ഇത് സംസ്ഥാനത്തിന്റെ കായൽ മരുഭൂമി ടൂറിസത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ വാതായനങ്ങൾ തുറക്കും. ഇത്രയും വലിയൊരു വ്യോമയാന വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലോ തൊട്ടടുത്ത നഗരങ്ങളിലോ പുതിയ വിമാനത്താവളങ്ങളോ കണക്ടിവിറ്റിയോ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെയും ബിസിനസ്സിനെയും എങ്ങനെ മാറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇന്ത്യയിലുടനീളം ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ ഈ വിമാനത്താവള ശൃംഖലകൾ സഹായിക്കുന്നു. ലോജിസ്റ്റിക്സ് മേഖലയിൽ വരാൻ പോകുന്ന ഈ പുരോഗതി ആഭ്യന്തര കച്ചവടക്കാർക്ക് പുതിയ വിപണികൾ തുറന്നു നൽകും. ഒരു ഗ്രാമത്തിലെ കർഷകന് തന്റെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ നഗരത്തിലെ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇതൊരു യാത്രാ വിപ്ലവം മാത്രമല്ല, വലിയൊരു സാമ്പത്തിക വിപ്ലവം കൂടിയാണ്. കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അതിലേക്കുള്ള കൃത്യമായ ചുവടുവെപ്പുകളാണ് ഭാരത സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക വിളകൾക്കും കൃത്യസമയത്ത് മികച്ച വില ലഭ്യമാക്കാൻ ഈ എയർ കണക്ടിവിറ്റി വലിയ സഹായകമാകും. വലിയൊരു ലക്ഷ്യത്തോടെയുള്ള ഇത്തരം വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിമാനത്താവളങ്ങളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇത് രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വലിയൊരു പങ്കുവഹിക്കും. ചെറുപ്പക്കാരുടെ കഴിവുകൾ രാജ്യത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ ഇത്തരം പദ്ധതികൾ വഴിയൊരുക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റ് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു. ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ മാറ്റമാണിത്. അതുകൊണ്ട് ഈ വികസന കുതിപ്പ് നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. രാജ്യത്തെ എല്ലാ നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വികസനത്തിന്റെ പുതിയൊരു നെറ്റ്വർക്ക് തന്നെയാണ് ഇവിടെ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ മോദിയുടെ ഈ പുത്തൻ വികസനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയമായി ഞാൻ വീണ്ടും വരാം. നന്ദി.